ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഒന്നുകൂടി വലിച്ചു നോക്കാം, നോക്കട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോയെന്ന്. ഇല്ല, സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു മണ്ണെണ്ണ പമ്പ് സെറ്റ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് ഇന്ന് സർവീസിന് വന്നിരിക്കുന്നത് ഈ മണ്ണെണ്ണ പമ്പ് സെറ്റാണ്. ഈ മണ്ണെണ്ണ പമ്പ് സെറ്റ് സാധാരണ പഴയ കാലത്തൊക്കെ വളരെ കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. ഇന്നിപ്പം മണ്ണെണ്ണ ലഭ്യമല്ലാത്തതിനാൽ മിക്കവാറും പെട്രോൾ തന്നെയാണ് ഇത് ഓടിക്കുന്നത്. ഇതിൻ്റെ ടാങ്കിൻ്റെ 2 ഭാഗം കാണാം, ഒന്ന് മണ്ണെണ്ണയും ഒന്ന് പെട്രോളും ഉപയോഗിക്കാനാണ്. ഇവിടെ 3 പൊസിഷൻ കാണാം, ഒന്ന് സ്റ്റോപ്പ്, ഒന്ന് റണ്ണ്, ഒന്ന് സ്റ്റാർട്ട്. സ്റ്റാർട്ടിൽ ആദ്യമായി പെട്രോളും പിന്നെ അത് മണ്ണെണ്ണയിലേക്ക് റൺ പൊസിഷൻ കെറോസിനിലേക്ക് മാറ്റാവുന്ന നോബാണിത്. ഇത് തിരിച്ചാണ് മാറ്റുന്നത്. ഇത് കുറച്ച് കാലം ഉപയോഗിക്കാതെ വെച്ചതുകൊണ്ട് സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് എന്താ കുഴപ്പമാണെന്ന് നമുക്ക് നോക്കാം. ഈ 2 ലൈൻ, ഫ്യൂൽ ലൈന്, ഒന്ന് കെറോസിൻ്റെയും ഒന്ന് പെട്രോളിൻ്റെയാണ്. ഇത് രണ്ടും ഇതിൽ വന്ന് കാർബറേറ്ററിലേക്ക് പെട്രോളും കെറോസിനും മാറ്റി നമുക്ക് ഉപയോഗിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ പൊതുവെ കെറോസിൻ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കവാറും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പെട്രോളും, അത് കഴിഞ്ഞ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കെറോസിലേക്ക് മാറ്റുകയാണ് പതിവ്. കെറോസിൻ വില കുറഞ്ഞ ഇന്ധനമായതിനാൽ പഴയ കൃഷി ആവശ്യത്തിന് പഴയ കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു മോട്ടോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓയിൽ ഡിപ്സ്റ്റിക്ക് അയച്ചു കഴിഞ്ഞാൽ ഓയിൽ മാക്സിമം ലെവൽ വരെയുണ്ട്. ഓയിൽ നല്ല ഓയിൽ തന്നെയാണ്, കറുത്തിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നല്ല ഓയിൽ തന്നെയാണ്, പ്രശ്നമില്ല. ഓയിൽ സാധാരണ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നോക്കാം, അത് കഴിഞ്ഞ് നോക്കാം. പിന്നെ അടുത്തതായി നമുക്ക് ഇതിൽ സ്പാർക്ക് പ്ലഗിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. പ്ലഗ് റിമോട്ട് കൊണ്ട് ഇത് അയച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് കാർബൺ ഡിപ്പോസിറ്റൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യമായി പ്ലഗ് ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ ഇത് ഫ്ലൈവീലൊക്കെ മൂവ്മെൻറ്റൊക്കെ തിരിയുന്നുണ്ടോ എന്ന് നോക്കാം. വാൾവൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കൂടുതൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കറങ്ങുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് സ്പാർക്ക് പ്ലഗിൽ ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാകുമെന്ന് നോക്കാം. ഇത് പഴയ ടൈപ്പ് ഒരു മോട്ടോർ ആയതുകൊണ്ട് ഇതിന് സ്പാർക്ക് സിസ്റ്റം വളരെ പ്രശ്നമുള്ളൊരു ഇഗ്നിഷൻ സിസ്റ്റമാണ് ഇതിൻ്റെ. അതായത് മെക്കാനിക്കൽ ഇഗ്നിഷനാണ്. ക്യാം ഷാഫ്റ്റ് വെച്ച് ഇത് കോണ്ടാക്റ്റുകൾ അകത്തുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ സ്പാർക്ക് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് ഇഗ്നിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് ഇഗ്നിഷൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിനുള്ള പ്രധാന പ്രശ്നം ഇതിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റമാണ്. അതായത് മെക്കാനിക്കൽ ഇഗ്നിഷൻ സിസ്റ്റമാണ്. ഇപ്പോൾ വരുന്ന മോട്ടോറുകൾക്ക് മിക്കവാറും ഇലക്ട്രോണിക് ഇഗ്നിഷൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത് ഒരു ട്രബിൾ ഫ്രീ, അതായത് ഒരിക്കലും പ്രോബ്ലം വരാത്ത ഒരു ഇഗ്നിഷൻ സിസ്റ്റമാണ്. അതായത് ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം. ഈ ഇഗ്നിഷൻ സിസ്റ്റത്തിലേക്ക് എല്ലാ പെട്രോൾ മോട്ടോറുകളും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കാർബറേറ്ററിന് അകത്തേക്ക് ഈ പെട്രോൾ ടാങ്കിൽ നിന്ന് കാർബറേറ്റർ വരെ ഉള്ള പൈപ്പ് ലൈൻ ഓക്കെ ആണോ, അത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നാണ് നോക്കാനുള്ളത്. പഴയ പെട്രോളാണ്, ഒരു 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോളാണ്, കുഴപ്പമില്ല. നമുക്ക് ഈ മുകളിലത്തെ 2 സ്ക്രൂ അഴിച്ച് കാർബറേറ്ററിലേക്ക് കെറോസിൻ അല്ലെങ്കിൽ ഫ്യൂൽ ഇന്ധനം വരുന്നുണ്ടോ എന്ന് നോക്കാം, എണ്ണ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ മുകളിലത്തെ 2 സ്ക്രൂകൾ റിമൂവ് ചെയ്യുക. ഇത് സ്റ്റോപ്പ് പൊസിഷനിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത ഉടൻ തന്നെ എണ്ണ ഒഴിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനി സ്റ്റോപ്പ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റാർട്ട് പൊസിഷനിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എണ്ണ തുള്ളിയായി വരുന്നത് കാണാം. പക്ഷേ ഇത്ര ആയപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എണ്ണ വരേണ്ടതാണ് പൊതുവെ. പക്ഷേ എവിടെയോ ബ്ലോക്ക് ഉണ്ടെന്നാണ് ഇത് തോന്നുന്നത്. നമുക്കൊന്നുകൂടി ഈ ബ്ലോക്ക് ഇതിനകത്ത് ഒന്ന് പ്രഷറിൽ ഒന്ന് ഊതി നോക്കാം. അപ്പോൾ വരുന്നുണ്ടോ, ഇല്ല, എന്നിട്ടും നല്ല രീതിയിൽ എണ്ണ വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ കാർബറേറ്ററിനകത്തേക്ക് എണ്ണ വരുന്നിടത്ത് ഒരു സീറ്റിംഗ് ഉണ്ട്, അതായത് നീഡിൽ സീറ്റിംഗ്. ആ സീറ്റിങ്ങിൻ്റെ സ്ക്രൂവിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നാണ് തോന്നുന്നത്. നമുക്ക് ഒരു 8-9 സ്പാനർ ഉപയോഗിച്ച് ഈ നീഡിൽ സീറ്റിങ് ഒന്ന് അഴിച്ചു നോക്കാം. വളരെ ചെറിയൊരു പിൻ ഹോളാണ് അതിലുണ്ടായിരിക്കുക. അവിടെ എന്തെങ്കിലും ബ്ലോക്ക്, റസ്റ്റോ മറ്റോ പൊടിയോ പിടിച്ച് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാം. നീഡിൽ സീറ്റിംഗ് അഴിച്ച് പരിശോധിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് നീഡിൽ സീറ്റിംഗ് അങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫ്ലോട്ടിനകത്ത് ഈ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഈ ഹോൾ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ മുങ്ങി കിടക്കുന്ന സാധനമാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ഫ്ലോട്ടാണിത്. അത് എണ്ണയിൽ പൊങ്ങി കിടക്കുന്ന സാധനമാണ്. കാർബറേറ്ററിൽ എണ്ണ നിറയുമ്പോൾ ഈ ഫ്ലോട്ട് മുകളിലോട്ട് പൊങ്ങുകയും അത് എണ്ണയെ അവിടെ ബ്ലോക്കാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാർബറേറ്ററിൽ ഒരു നിശ്ചിത ലെവലിൽ കുറയാതെ അല്ലെങ്കിൽ ഓവർഫ്ലോ ആവാതെയും ഇതിൽ എണ്ണയുടെ നിയന്ത്രണം സാധ്യമാകുന്നത്. ഇങ്ങനെയാണ് ഈ
ഫ്ലോട്ട് പൊങ്ങി കിടക്കുകയാണ്. ഫ്ലോട്ടിൻ്റെ നീഡ് ആ സീറ്റിങ്ങിനകത്തേക്ക് കയറി നിൽക്കുമ്പോൾ എണ്ണ പുറത്തേക്ക് വരുന്നത് അവിടെ തടയപ്പെടുകയും ഒരു നിശ്ചിത ലെവലിൽ എണ്ണ ഇതിനകത്ത് കുറയുന്നതനുസരിച്ച് ഫ്ലോട്ട് താഴെ വരികയും അതനുസരിച്ചാണ് ഇതിൽ കാർബറേറ്ററിനകത്തുള്ള എണ്ണ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മിക്കവാറും ഓവർഫ്ലോ ആവും. അതല്ലാതെ നീഡ് തുറക്കാതെ കഴിഞ്ഞാൽ എണ്ണ സ്റ്റാർവേഷൻ മൂലം മോട്ടോർ ഓഫ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ നീഡിൽ സീറ്റിങ് വളരെ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ മിക്കവാറും ഓവർഫ്ലോ സാധ്യതയുണ്ട്. ഈ നീഡിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഇത് റെസ്റ്റ് പിടിച്ചിരിക്കുകയാണ്. ഇതൊന്ന് അത്യാവശ്യമായി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മുഴുവൻ റെസ്റ്റാണ് നീഡിൻ്റെ അറ്റത്തൊക്കെ കാണുന്നത്. ഈ റെസ്റ്റ് ക്ലീൻ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. അതേപോലെ ഈ സീറ്റിങ്ങിനകത്ത് സ്ക്രൂവിനകത്തും ബ്ലോക്ക് കാണുന്നുണ്ട്. ഒരു വയർ ബ്രഷ് കടത്തിവിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇത് ക്ലീൻ ചെയ്ത് ഒന്നുകൂടി നോക്കാം. ചെറിയ വയറിൻ്റെ കോപ്പർ വയർ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത വയറാണ് ഇതിനകത്ത് കടത്തിയിരിക്കുന്നത്. ഈർക്കിലോ മറ്റെന്തെങ്കിലും കടത്തി വിടുന്നത് നല്ലതല്ല, കാരണം അത് ബ്ലോക്കായി കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് നീഡിൽ ഇല്ലാതിരിക്കുന്ന അതായത് സ്ക്രൂ ഇല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ പെട്രോൾ താഴെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. 8-9 സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. പക്ഷേ സ്ക്രൂ കുറച്ചുകൂടി അത് തേഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്ലെയറിൻ്റെ സഹായം കൂടി ആവശ്യമായി വന്നു. ഇനി ഇത് ഓൺ പൊസിഷൻ വെക്കുമ്പോൾ നേരത്തെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ എണ്ണ വരുന്നത്. ഇനി കാർബറേറ്ററിൻ്റെ പ്രധാന ഘടകമാണ് ഈ മെയിൻ ജെറ്റ്. ഇത് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഈ മെയിൻ ജെറ്റ് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു ഹോളുണ്ട്. ഇതിനകത്ത് സൈഡിലൂടെ ഒരു ഹോള് അകത്ത് കടന്ന് നടുവിലൂടെ അതിനകത്തേക്ക് ആവശ്യാനുസരണം എണ്ണ മിക്സ് ചെയ്യാനുള്ളൊരു ജെറ്റാണിത്. സ്പീഡിൽ ഓടുമ്പോൾ ഫുൾ ലോഡിൽ ഓടുമ്പോൾ എണ്ണ പോകുന്ന മെയിൻ ജെറ്റാണത്. അതും ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കാർബറേറ്ററിന് ഉൾഭാഗത്ത് പൊടി എന്തെങ്കിലും ബ്ലോക്കായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് ചെറിയ ഹോളുകളുണ്ട്. ആ ഹോളുകൾ ഏതെങ്കിലും ഒന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സിങ് നേരെ നടക്കാതെ പോയി മോട്ടോറിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഇനി ഈ മെയിൻ ജെറ്റ് അതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ ഫ്ലോട്ടിൻ്റെ പിന്നിൻ്റെ പുറകു ഭാഗത്തു കൂടി ഒരുപാട് പൊടി പടലങ്ങൾ പൂപ്പൽ പോലെ, അതായത് തുരുമ്പ് പോലെ പിടിച്ചിരിക്കുകയാണ്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പെട്രോളിൽ മുക്കി നല്ലവണ്ണം ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ പൊടി പടലങ്ങൾ ഇളകി കാർബറേറ്ററിനകത്തുള്ള മൈന്യൂട്ടായ ഏതെങ്കിലും ഹോളിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ എഞ്ചിൻ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും. സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ പ്രവർത്തിക്കാനും സ്പീഡ് എടുക്കാനും ഒക്കെ വളരെ പ്രശ്നമുണ്ടാകും. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഫ്ലോട്ട് പൊങ്ങി കിടക്കുമ്പോൾ ഈ ജെറ്റിനകത്തേക്കാണ് ഇത് കയറുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ജെറ്റിനകത്തേക്ക് ഇപ്പോൾ കയറുന്ന സമയത്ത് നമ്മൾ ഇത് അടയുന്നത് കാണാം. ഇപ്പോൾ പെട്രോൾ വരുന്നില്ല, കാരണം ഇത് ഈ ജെറ്റിനകത്തേക്ക് പിന്നെ കയറി അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇത് കാലപ്പഴക്കത്തിൽ ഇത് ജെറ്റിനും ഈ പിന്നിനും ഈ ജെറ്റിനൊക്കെ പ്രശ്നമുണ്ടാവും. അവയൊക്കെ ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഇപ്പോൾ ഇത് പിന്നെ സീറ്റിങ്ങിനകത്തേക്ക് കയറിയിരിക്കുമ്പോൾ പെട്രോൾ വരുന്നില്ല. അതുകൊണ്ട് ഏകദേശം ഓക്കെ ആണെന്ന് തന്നെ പറയാം. ഇനി നമുക്കിത് ഓഫ് പൊസിഷനിൽ വെച്ച് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. കാർബറേറ്ററിനകത്ത് കുറച്ചും കൂടി പെട്രോൾ അല്ലെങ്കിൽ കെറോസിൻ ഒഴിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കാർബറേറ്ററിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഒന്നുകൂടി നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് കാർബറേറ്ററിനകത്ത് പൊടിയും മറ്റ് ജലാംശം ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി കാർബറേറ്റർ ഫിറ്റ് ചെയ്യാം. കാർബറേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുകളിലൊരു വാഷറുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ 2 സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റിങ്ങിന് ആവശ്യമുള്ള ഒരു നോർമൽ ടൈറ്റിങ് മാത്രം മതി. ഇനി കാർബറേറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടി കാർബറേറ്ററിനകത്തേക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. നോബ് റൺ പൊസിഷനിൽ വയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഡ്രെയിൻ പ്ലഗ് ഉണ്ട്. അതിന് കാർബറേറ്ററിനകത്ത് ഇപ്പോൾ പെട്രോൾ ഫില്ലായിരിക്കുന്നു എന്ന് ഈ ഡ്രെയിൻ പ്ലഗ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. ഡ്രെയിൻ പ്ലഗ് തുറക്കുമ്പോൾ പെട്രോൾ താഴെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ്. കാർബറേറ്ററിനകത്ത് ആവശ്യത്തിന് പെട്രോൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോർമലായി ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് പ്ലഗ് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇത്
കാർബൺ ഡിപ്പോസിറ്റ് പ്ലഗിനകത്തുണ്ട്. പക്ഷേ പ്ലഗ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിന് നല്ല ഓക്കെയാണ് എൻജിൻ. അതായത് കൂടുതൽ ഓയിലിൻ്റെ അംശം എരിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ എൻജിൻ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ പ്ലഗിന് കൂടുതൽ കാർബൺ ഡിപ്പോസിറ്റ് ഒന്നുമില്ല, വരണ്ട് ഉണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് സ്പാർക്ക് വരുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. സ്പാർക്ക് വരുന്നുണ്ട്, ഇനി അത് റീഫിറ്റ് ചെയ്ത് നോക്കാം. ഇഗ്നിഷൻ സിസ്റ്റം ഓക്കെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോക്കിലിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗവർണർ കൺട്രോൾ, സ്പീഡ് കൺട്രോൾ എന്തെങ്കിലും കാണത്തിൽ സ്റ്റക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അത് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർ സ്പീഡിൽ മോട്ടോർ കറങ്ങാൻ സാധ്യതയുണ്ട്. ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ആവുന്നുണ്ടോന്ന്. ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ സാധ്യത കാണിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇത് ലോഡ് എടുക്കാൻ തുടങ്ങും. ലോഡ് എടുക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് വേണമെങ്കിൽ, അതായത് ഈ പൈലറ്റ് ജെറ്റ് ഈ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. അത് നോക്കാം. അത് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഗ്രീവ്സിൻ്റെ 1.5 HP പെട്രോൾ കെറോസിൻ പമ്പ് സെറ്റ് അല്ലെങ്കിൽ മോട്ടോർ റിപ്പയർ ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റിപ്പയറിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.